നമ്മളുടെ ബഡ്ജറ്റ്, നമ്മുടെ റൂമിൻ്റെ സൈസ്, ഇത്രയും കാര്യങ്ങൾ ഹോം കണക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡിസൈനിങ് ടീം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള 2 കാര്യങ്ങൾ ചെയ്തു തരും. ഒന്ന് ആ റൂമിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഇവരുടെ ഹോം കണക്ട് വന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, ഒരു ഇതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ ടോട്ടലി മാറി അതിനോടൊരു താല്പര്യം വന്നു. ഐ എം ട്രൂലി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. താങ്ക്സ് ഫോർ ദ എൻ്റയർ ടീം ഓഫ് ഹോം കണക്ട്. ഞാൻ ഇന്ന് വന്നേക്കണത് ഹോം കണക്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പുതിയ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനും അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും കൂടിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വരാപ്പുഴ മിസ്റ്റർ ടോണി സാറിൻ്റെ വീട്ടിലാണ്. 23 ഫീറ്റാണ് ഈ ഒരു റൂമിൻ്റെ നീളം വരുന്നത്. 13 ഫീറ്റ് വീതി വരുന്നുണ്ട്. 9.2 കോൺഫിഗറേഷനിലാണ് നമ്മൾ ഈ ഒരു തിയേറ്റർ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പാരഡൈമാണ് സ്പീക്കേഴ്സ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. LCR സ്പീക്കർ സ്ക്രീനിൻ്റെ ഉള്ളിലായിട്ട് ബിഹൈൻഡായിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. സ്ക്രീൻ വരുന്നത് 150 ഇഞ്ചിൻ്റെ എലൈറ്റിൻ്റെ അക്യൂസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് സ്ക്രീനാണ്. സെൻട്രൽ ചാനലായിട്ട് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് പാരഡൈമിൻ്റെ പ്രീമിയർ സെഗ്മെൻറ്റിൽ വരുന്ന 500C എന്ന് പറയുന്ന മോഡലാണ്. 3-വേ സ്പീക്കറാണ്. ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറായിട്ട് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് പാരഡൈമിൻ്റെ തന്നെ പ്രീമിയർ 800F എന്ന് പറയുന്ന ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കറാണ്. 3-വേ സ്പീക്കറാണ്. നിങ്ങളൊരു തിയേറ്റർ സെറ്റ് ചെയ്യുന്ന ടൈമിൽ LCR സ്പീക്കർ ഏറ്റവും നല്ലത് വാങ്ങി വെക്കാനായിട്ട് ശ്രമിക്കുക. പാരഡൈമിൻ്റെ 2 സബ് വൂഫറാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. X12 എന്ന് പറയുന്ന മോഡൽ 650 വാട്ട്സ് ആണ് അതിൻ്റെ RMS വരുന്നത്. ഇനി ഈ മൊത്തത്തിലുള്ളതിൻ്റെ ഹെഡ് AVR പരിചയപ്പെടാം. മറാൻസിൻ്റെ സിനിമ 50 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. 9.4 ചാനലാണ്. 9 സ്പീക്കറുകളും 4 സബ് വൂഫറും കണക്ട് ചെയ്യുക. നമ്മളിപ്പോൾ 2 സബ് വൂഫറാണ് ഇതിൽ കണക്ട് ചെയ്തേക്കുന്നത്. 11.4 ചാനലാണ് പ്രീ ഔട്ട് വരുന്നത്. 9 ചാനലാണ് പവർ വരുന്നത്. മീഡിയ പ്ലെയർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് NVIDIA ഷീൽഡ് TV Pro ആണ്. പ്രൊജക്ടർ എപ്സൻ്റെ TW7100 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇതൊരു 4K പ്രൊജക്ടറാണ്. 3D പ്രൊജക്ടറാണ്. ഇനി സറൗണ്ടിങ് സ്പീക്കർ. നിങ്ങളിവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സറൗണ്ടിങ് സ്പീക്കർ വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് പകരമായിട്ട് പാരഡൈമിൻ്റെ H65A V2 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതൊരു സീലിംഗ് ഇൻവാൾവ് സറൗണ്ടിങ് സ്പീക്കറാണ്. ഇത്തരത്തിൽ സറൗണ്ടിങ് സ്പീക്കർ വെക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ആ ഒരു സ്പീക്കർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അറ്റ്മോ സ്പീക്കർ. പാരഡൈമിൻ്റെ H65R V2 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. വാളിൽ നമ്മൾ 3 ലെയർ അക്യൂസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തേക്കുന്നത്. ലൈറ്റിങ്ങിനായിട്ട് മൾട്ടി കളർ പ്രൊഫൈൽ ലൈറ്റുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സീലിങ്ങിലായിട്ട് ഗാലക്സി ഒപ്റ്റിക്കൽ ഫൈബർ ലൈറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റിങ്ങിനായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 4 മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സ് ആണ്. തിയേറ്ററിൻ്റെ ഇടത് സൈഡിലായിട്ട് ചെറിയൊരു മിനി ബാർ കൗണ്ടറും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഫ്ലോറിൽ അക്യൂസ്റ്റിക് കാർപ്പറ്റും ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ്ങുമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇനി ഒരു തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടോണി സാറിനോട് ചോദിച്ചറിയാം. ഞാൻ ഒത്തിരി കമ്പനികളെ അപ്രോച്ച് ചെയ്തായിരുന്നു. എറണാകുളത്ത് ഒത്തിരി കമ്പനികൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അവരെ ഞാൻ കണ്ടു. അവരുടെ അടുത്ത് നിന്നൊക്കെ ഓഫറുകൾ വാങ്ങിച്ചിരുന്നു. ഒത്തിരി വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്ന സമയത്ത്. അതിൽ ഓരോ ഐറ്റം എടുത്ത് നോക്കുകയാണെങ്കിലും സൗണ്ട് സിസ്റ്റം ആണെങ്കിലും റിസീവർ ആണെങ്കിലും അതിൻ്റെ പ്രൊജക്ടേഴ്സ് ആണെങ്കിലും ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഈ ഓപ്ഷൻസ് എല്ലാം ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഒരു കമ്പയർ ചെയ്ത് പിന്നീട് ആണ് ഞാൻ ഹോം കണക്റ്റിനെ മീറ്റ് ചെയ്യുന്നത്. അവരുടെ എക്സ്പീരിയൻസ് സെൻറ്റർ വിസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒത്തിരി ഐഡിയ കിട്ടിയായിരുന്നു. അതിനെക്കുറിച്ചിട്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഓരോ സൗണ്ട് സിസ്റ്റം എങ്ങനെയായിരിക്കണം, ഇപ്പോൾ സബ് വൂഫർ ആണെന്നുണ്ടെങ്കിൽ ആ സബ് വൂഫർ എങ്ങനെയാണ്, ഓരോന്നിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള അവർ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് തരികയും അങ്ങനെയാണ് ഞാനത് ഹോം കണക്റ്റുമായിട്ട് തന്നെ പോകാം. കാരണം അവരുടെ പ്രൊഫഷണലിസവും അവരുടെ അതിനകത്തുള്ള നോളജ്, സൗണ്ട് സിസ്റ്റത്തിലാണെങ്കിലും അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയിലാണെങ്കിലും ഉള്ള നോളജ് എനിക്ക് വളരെയധികം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെയാണ് ഹോം കണക്റ്റുമായിട്ട് പോകാനായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്തത്. പുതിയതായിട്ട് ഇനി തിയേറ്റർ സെറ്റ് ചെയ്യാൻ വരുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഓക്കെ, പുതിയതായിട്ട് ഇതേപോലെയുള്ളൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ബഡ്ജറ്റ്, നമ്മുടെ റൂമിൻ്റെ സൈസ്, ഇത്രയും കാര്യങ്ങൾ ഹോം കണക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡിസൈനിങ് ടീം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള 2 കാര്യങ്ങൾ ചെയ്തു തരും. ഒന്ന് ആ റൂമിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അവർ ക്രിയേറ്റ് ചെയ്ത് തരും. അതോടൊപ്പം തന്നെ നമ്മളുടെ ബഡ്ജറ്റിന് ചേരുന്ന രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൗണ്ടും അതിൻ്റെ വിഷ്വലുമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അവർ ചൂസ് ചെയ്ത് തരും. അതിൽ തന്നെ നമുക്ക് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുമോ അല്ലെങ്കിൽ അതുപോലുള്ള എക്സ്പീരിയൻസ് സെൻറ്ററുകളിൽ പോയി നോക്കിയിട്ട് നമുക്ക് വീണ്ടും അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കും. സ്വന്തമായിട്ടൊരു വീട് പണിയുന്ന എല്ലാവരും അവരുടെ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഹോം തിയേറ്റർ ആയിരിക്കണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം അവർ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തരും.
അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ബഡ്ജറ്റിന് ചേർന്ന രീതിയിൽ ഉള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഹോം കണക്റ്റ് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഹാപ്പി ആവുന്ന രീതിയിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത് തരും. ഹോം തിയേറ്റർ എന്നൊരു കൺസെപ്റ്റിനോട് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനും മോനും ഒക്കെ ഇതിനോട് വളരെ താല്പര്യവും കാര്യങ്ങളും ഒക്കെയാണ്. ബട്ട് വൺസ് ഇവരുടെ ഹോം കണക്റ്റ് വന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, ഒരു ഇതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ ടോട്ടലി മാറി അതിനോടൊരു താല്പര്യം വന്നു. പിന്നെ ഇവരുടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഐ എം ട്രൂലി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. താങ്ക്സ് ഫോർ ദ എൻ്റയർ ടീം ഓഫ് ഹോം കണക്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹോം തിയേറ്റർ നിങ്ങളുടെ വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ടും കോൺടാക്റ്റ് ചെയ്യുക.